എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 22. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ സത്സംഗത്തിൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ സത്സംഗം നടന്നതിൻ്റെ റെക്കോർഡഡ് ഓഡിയോ 2 പാർട്ടായിട്ടാണ് കേട്ടോ. അതിൽ ഒരു പാർട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ. രണ്ടാമത്തെ പാർട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് അത് ഇടാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതിന് ശേഷം ഇടാം. പിന്നെ ഇനി ഇന്നത്തെ. അപ്പം നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായിട്ട് സന്ധിക്കുന്നതാണ്. 4 കുമാരന്മാർ എന്ന് പറയുമ്പോൾ അറിയാലോ, കുമാരന്മാരായിട്ടുള്ള ആ മഹർഷിമാർ സനകാദികളെ കാണുന്നതാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ പൃഥു മഹാരാജാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, ആ ശാസനകളെക്കുറിച്ചൊക്കെ നിങ്ങളെല്ലാവരും വീണ്ടും അത് കേട്ട് മനനം ചെയ്തിട്ട് മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനനം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഒരു രാജാവിൻ്റെ ധർമ്മം, പ്രജകളുടെ ധർമ്മമൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ഇന്നത് എടുക്കാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കരുത്. ഈ കാലഘട്ടത്തിലും തീർത്തും അതേ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ശാസനകളാണ് അന്ന് പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് നൽകിയത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ സഭയിൽ കൂടിയിരുന്ന ദേവർഷിമാരും എല്ലാ പ്രജകളും എല്ലാവരും പൃഥുവിനെ നമസ്കരിച്ചു. പൃഥുവിൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചു, അതിൽ അഭിനന്ദിക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ എന്താണ് ഉണ്ടായത്, അതാണ് നമ്മൾ ഈ ഒരു 22ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിദുരരോട് പറയുന്നു, ജനേഷു പ്രഗൃണത്സു ഏവം പൃഥും പൃഥുല വിക്രമം തത്ര ഉപജഗ്മുഹു മുനയഃ ചത്വാരഃ സൂര്യവർച്ചസഃ. ജനേഷു ജനങ്ങൾ, പ്രഗൃണത്സു എന്ന് വെച്ചാൽ സ്തുതിക്കുക. പ്രഗുണത്സു ഏവം ഇപ്രകാരം സ്തുതിച്ചു പൃഥുവിനെ, പൃഥുല വിക്രമം അതിശക്തനും പരാക്രമിയുമായിട്ടുള്ള പൃഥുവിനെ ആ സഭയിലുണ്ടായിരുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു സ്തുതിച്ചു. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടല്ലോ ആ സ്തുതി. അങ്ങനെ അഭിനന്ദിച്ചു സ്തുതിച്ചതിന് ശേഷം തത്ര അവിടെ ആ സ്ഥലത്ത് സൂര്യവർച്ചസ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന തേജസ്സുള്ള ഉപജഗ്മു എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു. മുനയഃ ചത്വാര 4 മഹർഷിമാർ, മുനിമാർ അവിടെ എത്തിച്ചേർന്നു എന്ന് വെച്ചാൽ സനകാദി മഹർഷിമാരാണ് അവിടെ എത്തിച്ചേർന്നത് എന്നർത്ഥം. ശ്ലോകം 2. താൻ തു സിദ്ധേശ്വരാൻ രാജ വ്യോംനഃ അവതരദഃ അർച്ചിഷ ലോകാൻ അപാപാൻ കുർവത്യ സ അനുഗഃ അചഷ്ടലക്ഷിതാൻ. അതായത് താൻ എന്നുവെച്ചാൽ ആ സിദ്ധേശ്വരാൻ, ആ സനകാദി മഹർഷിമാർ, ആ 4 പേര് സിദ്ധേശ്വരന്മാർ വരുന്നത് രാജാവായ പൃഥു കാണുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. വ്യോംന അവതരത അർച്ചിഷ. വ്യോംന ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് അവതരിച്ചവരും, അർച്ചിഷ എന്ന് വെച്ചാൽ സ്വന്തം അവരുടെ തേജസ്, ആ തേജസ്സിനാൽ ലക്ഷിതാൻ ഇങ്ങനെ പ്രകാശിച്ച് ആ സ്വന്തം തേജസ് കൊണ്ട് പ്രകാശിച്ചു നിൽക്കുന്നവരും, ലോകാൻ അപാപാൻ മുഴുവൻ ലോകത്തെയും അപാപാൻ പാപവിമുക്തമാക്കുന്നവരുമായിട്ടുള്ള സനകാദി മഹർഷിമാർ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് പൃഥു മഹാരാജാവ് രാജ കാണുന്നത് എങ്ങനെയാണെന്ന്. സ അനുഗ സ്വന്തം അനുചാരകന്മാരോടൊപ്പം അചഷ്ട കണ്ടു എന്ന്. അപ്പം രാജാവും രാജാവിൻ്റെ അനുചരന്മാരും കൂടിയിട്ട് ആ സനകാദികൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് കണ്ടു. അപ്പോൾ
ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും ഭൂമിയിൽ വന്ന് അവതരിച്ച, അതുകൊണ്ടാണല്ലോ അവതാരങ്ങൾ എന്ന് പറയുന്നത്. ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് അവതരിച്ച ആ മുഴുവൻ ലോകത്തെയും പാപവിമുക്തമാക്കുന്ന, സ്വന്തം തേജസ്സിനാൽ സ്വയം പ്രകാശിച്ച് ആ തേജസ് ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സനകാദി മഹർഷിമാർ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് രാജാവ് തൻ്റെ അനുചരന്മാരോടൊപ്പം കണ്ടു. പൃഥുമഹാരാജാവിനെ കണ്ട മാത്രയിൽ മനസ്സിലായി കടന്നു വരുന്ന ആ 5 വയസ്സ്, കാണുമ്പോൾ 5 വയസ്സ് മാത്രം പ്രായം തോന്നുന്ന കുമാരന്മാരായിട്ടുള്ള ആ യോഗീശ്വരന്മാർ ആരാണെന്ന് അവർ വരുമ്പോൾ തന്നെ മനസ്സിലാവും അത്. അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ, അതായത് സനകാദികളെ അങ്ങോട്ട് തേടി പോവല്ല, അവർ പൃഥുവിനെ കാണാൻ ഇങ്ങോട്ട് വരികയാണെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിങ്ങനെ ഓടിച്ചെന്ന് അവരെങ്ങനെ സ്വീകരിക്കാൻ മനസ്സങ്ങോട്ട് വെമ്പിയിട്ട് മനസ്സുകൊണ്ട് രാജാവ് ഓടിച്ചെന്നു. പൃഥു മനസ്സുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ മനസ്സുകൊണ്ട് പോയെങ്കിലും പിന്നീട് വീണ്ടും മനസ്സിനെ നിയന്ത്രിച്ച് ഒരു രാജാവല്ലേ, അപ്പോൾ അതിൻ്റേതായ പക്വതയോടുകൂടി ശാന്തനായിട്ട് ശരീരം കൊണ്ട് ചെന്നു. അപ്പോൾ ശരീരം കൊണ്ട് ചെല്ലുന്നതിന് മുൻപ് മനസ്സുകൊണ്ട് വെപ്രാളപ്പെട്ട് ആ കണ്ട സന്തോഷത്തിൽ ഓടി അങ്ങോട്ട് മനസ്സുകൊണ്ട് എത്തിയെങ്കിലും പിന്നീട് മനസ്സിനെ നിയന്ത്രിച്ച് ശരീരം കൊണ്ട് അദ്ദേഹം സാവധാനം അവരെ സ്വീകരിച്ചു എന്നാണ് ശ്ലോകം 3 പറയുന്നത്. തത് ദർശന ഉദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിത്സു ഇവ ഉത്തിതഃ സ സദസ്യ അനുഗഹ വൈന്യ ഇന്ദ്രിയേശഃ ഗുണാൻ ഇവ. തത് ആ മുനിമാരെ ദർശന കണ്ട മാത്രയിൽ ഉദ്ഗതാൻ പ്രാണൻ മുന്നോട്ട് ചാടി എഴുന്നേറ്റ് കുതിച്ചോടുന്നത് പോലെ, അതായത് ജീവൻ പൃഥുമഹാരാജാവിൻ്റെ ജീവൻ അങ്ങോട്ട് ചാടി എണീറ്റ് മുന്നോട്ട് കുതിച്ചു ഓടിപ്പോയെങ്കിലും പ്രത്യാദിത്സു ആ ജീവനെ വീണ്ടും തിരികെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി എന്ന പോലെ, ഇവാന്ന് വെച്ചാൽ എന്ന പോലെ ഉത്തിതഃ സമാധാനത്തിൽ അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം ചാടിപ്പോയി. പ്രാണൻ ആദ്യം അവരെ കണ്ട മാത്രയിൽ മനസ്സുകൊണ്ട് ചാടി എണീറ്റ് മുന്നോട്ട് കുതിച്ച് അടുത്തേക്ക് ചെന്നെങ്കിലും വീണ്ടും ആ മനസ്സിനെ ചിന്തയെ തിരിച്ചു പിടിച്ചു കൊടുന്ന് ഇരുത്തിയിട്ട് സമാധാനത്തിൽ അദ്ദേഹം അങ്ങനെ രാജാവ് ആ രാജാവിൻ്റെതായ പക്വതയോടുകൂടി ഇരിപ്പിടത്തിൽ നിന്നും ഉത്തിതഃ എഴുന്നേറ്റു. എന്നിട്ട് അതിനെ പറയാണ് സദസ്യ അനുഗഹ വൈന്യ, ആ സദസ്യരോടും അനുചരന്മാരോടും കൂടി, വൈന്യ എന്ന് വെച്ചാൽ വേനപുത്രനായ പൃഥു മഹാരാജാവ് അവരെ കണ്ട മാത്രയിൽ അങ്ങനെ ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ എഴുന്നേറ്റത് ഇന്ദ്രിയേശഃ ഗുണാൻ ഇവ, ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളാകുന്ന ഗുണങ്ങളുടെ പിന്നാലെ ആകർഷിക്കപ്പെട്ടു പോവുക. എങ്ങനെയാണ്? കണ്ണിന് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കണ്ടാൽ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കപ്പെടും, മുന്നോട്ട് കുതിക്കും അല്ലേ? കണ്ണതിനെ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. കാതുകൾ അതിനിഷ്ടപ്പെട്ട ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിനെ വലിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾ അതിനിഷ്ടപ്പെട്ട ഗുണങ്ങളെ കാണുമ്പോൾ ആ വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് പോലെ സനകാദികളെ കണ്ട മാത്രയിൽ രാജാവിൻ്റെ മനസ്സ് അവരിൽ ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോലെ ആകർഷിക്കപ്പെട്ടിട്ട് പ്രാണൻ അങ്ങോട്ട് ആദ്യം ഓടി ചെന്നു, മുന്നോട്ട് കുതിച്ചു. പക്ഷേ വീണ്ടും മനസ്സിൻ്റെ ചിന്തയെ നിയന്ത്രിച്ച് അദ്ദേഹം തന്നെ ആ സദസ്സിലുള്ളവരും അനുചരന്മാരോടും കൂടി ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവരെ സ്വീകരിച്ചു. ആ സ്വീകരിച്ചത് എങ്ങനെയെന്നാണ് ശ്ലോകം 4 പറയുന്നത്. ഗൗരവാദ് യന്ത്രിതഃ സഭ്യ പ്രശ്രയ ആനദകന്ദരഃ വിധിവത് പൂജയാ ചക്രേ ഗൃഹീത അതി അർഹണ ആസനാൻ. ഗൗരവാദ് യന്ത്രിക, രാജാവ് വളരെ ഗൗരവത്തോടുകൂടി, യന്ത്രിത സ്വയം നിയന്ത്രിച്ച്, കാരണം ഭൂമിയുടെ ചക്രവർത്തിയാണ് പൃഥു. അപ്പോൾ ഒരു സാധാരണക്കാരൻ കാണിക്കുന്നത് പോലെ അനിയന്ത്രിതമായ രീതിയിൽ ഭക്തിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, അതായത് ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു നിയന്ത്രണത്തോടു കൂടി പെരുമാറണ്ടേ, ആ ഒരു മര്യാദ അല്ലെങ്കിൽ ആ ഒരു പക്വത പെരുമാറ്റത്തിൽ കാണിക്കണം. ഒരു സാധാരണക്കാരൻ വലിയൊരു യോഗീശ്വരനെ കാണുമ്പോൾ കാണിക്കുന്ന വെപ്രാളം ഒരിക്കലും ഒരു രാജാവ്, ഇത്രയും പക്വതയുള്ള ഒരു രാജാവ് കാണിക്കാൻ പാടില്ല. തീർത്തും ആ ഒരു അറിവുള്ള ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ കാണിക്കുന്ന ഒരു പക്വത ഇവിടെ രാജാവ് കാണിക്കണം. അപ്പോൾ ആ രാജാവ് അതിനുശേഷം ചിന്തിച്ചു. എന്നിട്ട് ഒരു രാജാവിൻ്റെ ഗൗരവത്തോടെ സ്വയം നിയന്ത്രിച്ച് സഭ്യ, ആ സഭയിലെ മാന്യമര്യാദകളെയൊക്കെ നന്നായി അറിയാവുന്ന ആ രാജാവ് പ്രശ്രയ ആനത കന്ദര, വിനയത്താൽ തൻ്റെ ശിരസ് കുനിച്ച് അവരെ നമസ്കരിച്ചു ആദ്യം. എന്നിട്ട് വിധിവത് പൂജയാം ചക്രേ, വേണ്ട വിധത്തിൽ അവരെ പൂജിച്ചു.
എന്നിട്ട് ഗ്രഹീത അതി അർഹണ ആസനാൻ, ഗ്രഹീത എന്ന് വെച്ചാൽ രാജാവ് സ്വീകരിച്ചു, അതി അർഹണ ആസാൻ എന്ന് വെച്ചാൽ അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെ ആ ഇരിപ്പിടങ്ങൾ നൽകി, അവരുടെ പാദങ്ങൾ കഴുകി, അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് അർഹതപ്പെട്ട ഇരിപ്പിടമൊക്കെ നൽകി അവരെ വേണ്ട രീതിയിൽ തന്നെ യഥാവിധി അവരെ സ്വീകരിച്ചു ആരാധിച്ചു. അപ്പോൾ ആദ്യം ഒരു സാധാരണക്കാരൻ്റെ വെപ്രാളം മനസ്സിൽ തോന്നിയെങ്കിലും പിന്നീട് ഒരു രാജാവ് കാണിക്കേണ്ട സദസ്സിലെ മര്യാദകളെ, ചിട്ടകളെ നന്നായി അറിയാവുന്ന പൃഥുമഹാരാജാവ് ആ ഒരു പക്വതയോടുകൂടി ഇരുന്നോടത്ത് നിന്ന് എഴുന്നേറ്റ് മനസ്സിനെ നിയന്ത്രിച്ച് ആദ്യം തന്നെ ശിരസ്സ് കുനിച്ച് നമസ്കരിച്ചു. എന്നിട്ട് അവരുടെ പാദങ്ങളൊക്കെ കഴുകി അതിനുശേഷം അവർക്ക് അർഹതപ്പെട്ട ഇരിപ്പിടത്തിൽ അവരെ ഇരുത്തി വേണ്ട രീതിയിൽ തന്നെ അവരെ സ്വീകരിച്ച് ആരാധിച്ചു. ഇനി ശ്ലോകം 5. തത്പാദശൗചസലിലൈഃ മാർജിതാ അളകബന്ധനഃ തത്ര ശീലാവതം വൃത്തം ആചരൻ മാനയൻ ഇവ. എന്നിട്ട് രാജാവ് അത് എങ്ങനെയാണ് കാണിച്ചതെന്ന്. തത്പാദശൗചസലിലേ, അവരുടെ ആ സനകാദി മഹർഷിമാരുടെ പാദം കഴുകിയ ജലത്തെ മാർജിത എന്ന് വെച്ചാൽ തെളിച്ചു എന്ന്, അളകബന്ധനഃ തൻ്റെ തലമുടിക്കെട്ടിലേക്ക് തെളിച്ചു. അവരുടെ പാദം കഴുകിയ ആ ജലം ഉണ്ടല്ലോ, ഇതാണല്ലോ പണ്ട് പൃഥുമഹാരാജാവ് പറഞ്ഞത് ആ ശാസനയിൽ. ആ ആത്മതത്വത്തെ അല്ലെങ്കിൽ ഭഗവാനെ അനുഭവിച്ചറിഞ്ഞ ആ സിദ്ധന്മാർ, ആ യോഗീശ്വരന്മാരുടെ പാദം കഴുകിയ ജലം അതാണല്ലോ പറഞ്ഞത്. അത് തൻ്റെ ശിരസിൽ താൻ വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അവരുടെ പാദം കഴുകിയ ആ ജലത്തെ തൻ്റെ ശിരസിലേക്ക് തെളിച്ചു, ശിരസ് നനച്ചു. എന്നിട്ട് തത്ര അവിടെ ശീലവതാം വൃത്തം, ശീലവതാം സജ്ജനങ്ങളായിട്ടുള്ള സാത്വികരായിട്ടുള്ള ആളുകളുടെ വൃത്തം എന്ന് വെച്ചാൽ ചിട്ട, അവരുടെ രീതിയെ ആചരൻ മാനയൻ ഇവ, ആചരിക്കുന്നവനായിട്ട് മാനയൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് രാജാവ് പെരുമാറിയത്. അതല്ലാതെ ഒരു പക്വതയില്ലാത്ത സാധാരണക്കാരനെ പോലെയല്ല, നല്ല പക്വതയോടുകൂടി ഒരു സാത്വികനായിട്ടുള്ള ഒരു ഭക്തൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു സജ്ജനങ്ങൾ എങ്ങനെയാണോ അറിവുള്ളവർ പെരുമാറുക, അവരുടേതായ ആചാരങ്ങൾ, ചിട്ടകൾ നോക്കൂ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അദ്വൈതത്തെക്കാൾ നന്നായി അറിഞ്ഞ മഹാനാണ് പൃഥുമഹാരാജാവ് എങ്കിലും ദ്വൈത ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെ, ആചാരങ്ങളെ, ചട്ടങ്ങളെ ലംഘിക്കാതെയാണ് പൃഥുമഹാരാജാവ് പെരുമാറുന്നത്. കണ്ടോ, അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുക, അദ്വൈതം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ദ്വൈതത്തിൽ ജീവിക്കണമെന്ന് പറയുന്നത്. അതാണ് അദ്വൈതമാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്വൈത രീതിയിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പം അദ്വൈതം ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ മനസ്സുറപ്പിക്കുക. എന്നിട്ട് ദ്വൈതത്തിലെ എല്ലാ ചിട്ടകളും പെരുമാറ്റ രീതികളും ആ മാന്യതകളും എങ്ങനെയാണോ ആ ചിട്ടകളോടുകൂടി തന്നെ ജീവിക്കുകയും വേണമെന്ന് പൃഥുമഹാരാജാവ് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അദ്ദേഹത്തിന് എല്ലാം അറിയാം, എല്ലാം ഒന്ന് തന്നെയാണെന്ന് എല്ലാം അറിയാം. എങ്കിൽ പോലും ഒരു സജ്ജനങ്ങൾ കാണിക്കുന്ന ചിട്ടകളെ, ആ പെരുമാറ്റ രീതികളെ അതേപടി പാലിച്ചുകൊണ്ട് അങ്ങനെ പാലിക്കുന്നവനാണ് താൻ എന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ അദ്ദേഹം അവിടെ പെരുമാറി. ശ്ലോകം 6. ഹാഡക ആസനെ ആസീനാൻ സ്വദിഷ്ണേഷു ഇവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്തഃ പ്രീതഃ പ്രാഹ ഭവ അഗ്രജാൻ. ഹാഡക ആസനെ, അതായത് സ്വർണ സിംഹാസനത്തിൽ ആസീനാൻ ഉപവിഷ്ടരായ, സ്വദിഷ്ണേഷു ഇവ പാവകാൻ, അതാത് സ്വദിഷ്ണേഷു എന്ന് വെച്ചാൽ അതാത് സ്ഥാനങ്ങളിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയെ പോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു യജ്ഞശാലയിൽ നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ ആ യജ്ഞശാലയിൽ വിളക്കുകളും ചിരാതുകളും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇന്ന രീതിയിൽ അൾത്താരയിലൊക്കെ കത്തിച്ച് വെക്കണമെന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു അൾത്താരയിലാണെങ്കിലും ദീപം തെളിയിച്ചു വെക്കുന്നതിന് ഒരു പ്രത്യേക സ്ഥലം അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടാവും, അവിടെ അത് തെളിയിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാത് സ്ഥാനങ്ങളിൽ പ്രകാശിച്ചുകൊണ്ട് ജ്വലിച്ചിരിക്കുന്ന അഗ്നിയെ പോലെ സ്വർണ സിംഹാസനത്തിൽ ആ സനകാദി മഹർഷിമാർ ഇരുന്നു. എന്നിട്ട് ശ്രദ്ധ സംയമ സംയുക്ത, ശ്രദ്ധ വളരെ ശ്രദ്ധയോടെ, സംയമ മനസ്സിനെ നിയന്ത്രിച്ച്, സംയുക്ത പ്രീത വളരെ സംപ്രീതനായിട്ട്, ഭവ അഗ്രജാൻ. ഭവ അഗ്രജാൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? ഭവൻ എന്ന് വെച്ചാൽ മഹാദേവൻ, മഹാദേവൻ്റെ അഗ്രജാൻ എന്ന് വെച്ചാൽ ജ്യേഷ്ഠന്മാരോട് എന്ന് വെച്ചാൽ സനകാദികളോട് പ്രാഹ പൃഥുമഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. എന്തുകൊണ്ടാണ് സനകാദി മഹർഷിമാരെ മഹാദേവൻ്റെ ജ്യേഷ്ഠന്മാർ എന്ന് വിളിക്കാൻ കാരണമെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർക്കാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം ഒന്ന് ആലോചിച്ച് നോക്കി.
ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങിയപ്പോൾ വൃക്ഷങ്ങൾ, ചെടികൾ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് ആദ്യം സൃഷ്ടിച്ചത് ആരെയായിരുന്നു? മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അതിലാദ്യം സൃഷ്ടിച്ചത് ആരെയായിരുന്നു? ഓർമ്മയുണ്ടോ? ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ ആദ്യത്തെ ആരാ? സനകാദി മഹർഷിമാരാണല്ലോ. എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മഹാദേവന്റെ മറ്റൊരു രൂപമായ രുദ്രൻ, ശ്രീരുദ്രൻ. അപ്പൊ ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ചത് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരെയാ, സനകാദികളെ. അവരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ ജന്മനാ മുക്തന്മാരാ, ജീവൻ മുക്തന്മാരാ, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവന് മക്കള് തൻ്റെ ശാസനയെ എതിർത്തപ്പോൾ ഒരു ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നപ്പോൾ ആ പുരികക്കൊടികളിൽ നിന്നും ഉണ്ടായ ആ ദേഷ്യം എന്ന വികാരത്തിൽ നിന്നും ശ്രീരുദ്രൻ ഉണ്ടായി. എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ശ്രീരുദ്രൻ. അപ്പോൾ ശ്രീരുദ്രൻ്റെ ജ്യേഷ്ഠന്മാരാണ് സനകാദി മഹർഷിമാർ. അതാണ് ഭവ അഗ്രജാൻ. മഹാദേവൻ്റെ, ശ്രീരുദ്രൻ്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാരെ ഒരു യജ്ഞശാലയിലെ ദീപങ്ങൾ അതാത് സ്ഥാനത്ത് അഗ്നി പ്രകാശിക്കുന്നത് പോലെ സ്വർണസിംഹാസനത്തിൽ സനകാദി മഹർഷിമാരെ ഇരുത്തിക്കൊണ്ട് ശ്രദ്ധയോടെ മനസ്സിനെ നിയന്ത്രിച്ച് പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആ മഹർഷിമാരോട് പൃഥു മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത് നോക്കാം. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ എത്ര വിനയാന്വിതനായിട്ടാണ് പറയണത് നോക്കാം. പൃഥു ഉവാച, പൃഥു മഹാരാജാവ് പറഞ്ഞു, അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനഃ യസ്യ വഹ ദർശനം ഹി ആസീത് ദുർദർശാനാം ച യോഗിഭിഃ. അഹോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പൃഥു മഹാരാജാവ് പറയാണ് കേട്ടോ. ആചരിതം കിം, ആചരിതം എന്ന് വെച്ചാൽ ചെയ്യുക, കിം എന്ന് വെച്ചാൽ എന്താണ്, മേ ഞാൻ, മംഗളം ഞാൻ എന്ത് മംഗളകരമായ കർമ്മമാണ് ചെയ്തത്, മംഗളായന മംഗളസ്വരൂപികളായിട്ടുള്ള ഈ ഒരു യോഗിഭിഹി സനകാദി മഹർഷിമാരുണ്ടല്ലോ, ഈ മഹായോഗികളെ ദുർദർശനം അത്ര പെട്ടെന്നൊന്നും എത്ര വലിയ സിദ്ധന്മാർക്കോ എത്ര വലിയ സാത്വികന്മാർക്കോ ഭക്തന്മാർക്കോ യോഗികൾക്കോ ഒന്നും അത്ര പെട്ടെന്നൊന്നും ദുർദർശനം എന്ന് വെച്ചാൽ കാണാൻ കഴിയാത്ത യസ്യ വഹ ദർശനം ഹി ആസീത്, യസ്യ ഏതൊരു സനകാദി മഹർഷിമാരുടെ വഹ ആ നിങ്ങളുടെ ദർശനം ആ കാഴ്ച ഹി ആസീത് എനിക്കുണ്ടായതിന് കാരണം ഞാൻ എന്ത് പുണ്യകർമ്മ ചെയ്തേന്ന് അദ്ദേഹം പറയണമൊക്കെ. അതായത് ഈ മംഗളസ്വരൂപികളായിട്ടുള്ള സനകാദി മഹർഷിമാരെ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് ചെന്നിട്ടല്ല, എന്നെ തേടി ഈ സദസ്സിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ദർശനം കിട്ടാൻ, അത് മഹായോഗികൾക്ക് പോലും ഇത് കാണാൻ അത്ര എളുപ്പം സാധ്യമല്ല. അത്രയും ദുർദർശനം, അത്രയും എളുപ്പം കാണാൻ സാധിക്കാത്ത സനകാദി മഹർഷിമാരെ ഇങ്ങനെ കൺമുന്നിൽ കാണാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്, എന്ത് മംഗളകരമായ കർമ്മമാണ് ചെയ്തത് എന്ന് പൃഥു ചോദിച്ചു. ശ്ലോകം 8. കിം തസ്യ ദുർലഭതരം മിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാഹ പ്രസീദന്തി ശിവഃ വിഷ്ണുഃ ച സ അനുഗഃ. കിം എന്ന് വെച്ചാൽ എന്തുണ്ട്, തസ്യ എന്ന് വെച്ചാൽ അവർക്ക്, ദുർലഭതരം അതായത് സാധിക്കാത്തത്, നേടാൻ കഴിയാത്തതായിട്ട്, ഇഹ ഈ ലോകത്തിൽ, ലോകേ പരത്രച ഈ ലോകത്തിലും പരലോകത്തിലും അവർക്ക് നേടാൻ കഴിയാത്തതായിട്ട് എന്താണുള്ളത് എന്ന്. ഇനി ആർക്ക്, അതാണ് പറയുന്നത്. ശിവഃ വിഷ്ണുഃ ച സ അനുഗ, മഹാദേവൻ്റെയും വിഷ്ണുവിൻ്റെയും അനുചരന്മാരെല്ലാവരും പിന്തുടരുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന യസ്യ വിപ്ര, ആരിലാണോ അവരെല്ലാം സംതൃപ്തരായിരിക്കുന്ന വിപ്ര, ആ ബ്രാഹ്മണർ പ്രസാദിക്കുന്നു എന്ന് വെച്ചാൽ പ്രസീദന്തി എന്ന് വെച്ചാൽ പ്രസാദിക്കാം. മഹാദേവനും മഹാവിഷ്ണുവും തൻ അനുചരന്മാരോടൊപ്പം ഏതൊരു ബ്രാഹ്മണനിലാണോ പ്രസാദിച്ചിരിക്കുന്നത് അവര്, ആ ബ്രാഹ്മണർക്ക് ഈ ലോകത്തും പരലോകത്തും നേടാൻ കഴിയാത്തതായിട്ട്, ദുർലഭം നേടാൻ കഴിയാത്തതായിട്ട് എന്താണുള്ളത്? മഹാദേവനും മഹാവിഷ്ണുവും ഒക്കെ ആരിൽ പ്രസാദിച്ചിരിക്കുന്നുവോ അവർക്ക് ഈ ലോകത്ത് പരലോകത്തും നേടാൻ കഴിയാത്തതായിട്ട് ഇനി ഒന്നും തന്നെ ഇല്ലയെന്ന്. അതായത് സനകാദി മഹർഷിമാരിൽ ഇവരെല്ലാ ത്രിമൂർത്തികളും ഒക്കെ പ്രസാദിച്ചിരിക്കുകയാണ്. ബ്രഹ്മദേവൻ്റെ ഭാര്യ പറയേണ്ട പിതാവാണ്, മഹാവിഷ്ണുവും മഹാദേവനും പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് വേറെ എന്താണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സനകാദികൾ ഇന്ന് എന്നെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നു, അതിന് ആ ദർശനം എനിക്ക് കിട്ടാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്, അതാണ് പൃഥു ചോദിച്ചത്.
ഇവിടെ പൃഥു ആരാണെന്ന് മനസ്സിലായല്ലോ, ആ ഭഗവാന്റെ അംശാവതാരമാണ്. പക്ഷേ ഭഗവാന്റെ തന്നെ അംശമായിട്ട് ഭൂമിയിൽ അവതരിച്ചെങ്കിൽ ഭൂമിയിൽ ഒരു ഭൗതിക അസ്തിത്വത്തിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കാണിക്കേണ്ട ഈ ഗുരുപരമ്പരകളോടും യോഗീശ്വരന്മാരോടും സിദ്ധന്മാരോടും കാണിക്കേണ്ട വിനയവും അവരുടെ പാദ നമസ്കാരവും അതേപടി പൃഥു ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം. എന്നാൽ പൃഥു മഹാരാജാവ് യഥാർത്ഥത്തിൽ ആരാ? ആ ഭഗവാന്റെ അംശമാണ്. പക്ഷേ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആ സിദ്ധന്മാരോട് കാണിക്കുന്ന ബഹുമാനം, ആദരവ്, ആ വിനയം എല്ലാം ഇവിടെ ഒരു പാഠമായിട്ട് മനസ്സിലാക്കാം. ശ്ലോകം 9. ശ്ലോകം 9. ന ഏവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതഃ അഭിയാൻ യഥാ സർവദൃശം സർവ ആത്മാനാം യേ അസ്യ ഹേതവഃ. എന്നിട്ട് പറയാണ്, സനകാദികളോട് പറയാണ് കേട്ടോ. ന ഏവ ലക്ഷയതേ, ആരും തന്നെ അറിയുന്നില്ല എന്ന്. ലോകോ എന്ന് വെച്ചാൽ ലോകഹ, ഈ ലോകത്തിലെ ജനങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. ലോകാൻ പര്യടതഃ അഭിയാൻ, ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവരാണ് സനകാദി മഹർഷിമാർ. എങ്കിൽ പോലും യാൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഈ ലോകത്തെ ജനങ്ങൾ അവരെ അറിയുന്നില്ല എന്ന്, സനകാദികളെ അറിയുന്നില്ല. ഏതുപോലെ എന്നാണ് ഇനി പറയുന്നത്. സർവദൃശം, എല്ലാത്തിനും സാക്ഷിയായിട്ട് എല്ലാ ചലനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ആത്മാനാം എന്ന് വെച്ചാൽ ആ ആത്മാവ് പരമാത്മാവായിരിക്കുന്ന, എല്ലാത്തിനും സാക്ഷിയായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവിനെ സർവഹ എല്ലാവരും, അതായത് എല്ലാ ജനങ്ങളും, സാധാരണക്കാരും തന്നെ അറിയുന്നില്ല എന്നതുപോലെ. ഇപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ആത്മാവാണെന്ന് ആരും അറിയുന്നില്ലല്ലോ, ഈ ശരീരമാണ് ഞാൻ എന്ന ധാരണയിലാണ് ഇരിക്കുന്നത്. എന്നാൽ എല്ലാ ശരീര മനോബുദ്ധിയുടെ സർവ്വചലനങ്ങളെയും കണ്ടുകൊണ്ട് സാക്ഷിയായി നമ്മളിൽ ഇരിക്കുന്ന ആത്മാവിനെ ആരും അറിയുന്നില്ല. അതുപോലെയാണെന്നും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവരാ സനകാദികൾ. പക്ഷേ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് സനകാദികളെ അറിയില്ല. എപ്രകാരമാണോ നമ്മുടെയൊക്കെ ശരീരത്തിൽ എല്ലാത്തിനും സാക്ഷിയായി കുടികൊള്ളുന്ന ആ ആത്മാവിനെ നമ്മൾ ആരും അറിയാതെ പോകുന്നത്, അതുപോലെ ആണ് സനകാദികൾ. പക്ഷേ യേ അസ്യ ഹേതവഃ, എന്നാൽ അവരാണ് ഹേതവ എന്ന് വെച്ചാൽ കാരണമായത്, ആ ആത്മാവിനെ നമുക്ക് കാണിച്ചു തന്നതിന് കാരണമായത് ഈ സനകാദികളാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ഇതിനകത്തിരിക്കുന്ന, ഇതിനെ ചലിപ്പിക്കുന്ന ആ ആത്മാവാണ് എന്ന് കാണിച്ചു തന്ന, അതിന് കാരണഭൂതരായവർ നിങ്ങളാണല്ലോ മഹർഷിമാരെ എന്ന് പൃഥു പറയാണ്. പക്ഷേ നിങ്ങളെ ഈ ലോകം മുഴുവൻ നടന്നിട്ടും നിങ്ങളെ ആരും അറിയണില്ല. അതിന് കാരണം അത് ഏതുപോലെയാണ്? ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നിട്ടും ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണെന്നാണ് എല്ലാവരും കരുതി വച്ചിരിക്കുന്നത്. ആത്മാവിനെ അറിയാത്തതുപോലെയാ സനകാദികളെ ആർക്കും അറിയാത്തത്. ശ്ലോകം 10. അധനാ അഭീതേ ധന്യഃ സാധവഃ ഗൃഹമേദിനഃ യദ് ഗൃഹ ഹി അർഹവര്യ അംബു തൃണ ഭൂമി ഈശ്വര അവരഃ. യദ് ഗൃഹ ഹി അർഹവര്യ അംബു തൃണ ഭൂമി ഈശ്വര അവര അംബു തൃണഭൂമി ഈശ്വര അവരഹ. അധന എന്ന് വെച്ചാൽ വലിയ ധനികൻ, സമ്പത്ത് ഇല്ലെങ്കിലും, അധന അഭി വലിയൊരു പണവും സമ്പത്തും ഇല്ലെങ്കിൽ പോലും, തേ ധന്യഹ തേ അവർ ധന്യരാണെന്ന്. ആര്? സാധവഹ ഗൃഹമേദിന, സജ്ജനങ്ങളായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർ. ഗൃഹസ്ഥാശ്രമികളാണ്, പക്ഷെ സജ്ജനങ്ങളായിരിക്കും, സച്ചിന്തയുള്ളവർ. അവർ വലിയ ധനികരൊന്നും ആയിരിക്കില്ല, എങ്കിൽ പോലും അവർ ധന്യരാണ് എന്ന്. എന്തുകൊണ്ടാണെന്നാ പറയുന്നത്? യത് ഗൃഹ, ആരുടെ ഗൃഹത്തിലാണോ ഹി അർഹവര്യ ആരാധന ചെയ്യപ്പെടാൻ അർഹരായിട്ടുള്ള സിദ്ധന്മാരെ, യോഗീശ്വരന്മാരെ, അമ്പു ജലം കൊണ്ട് പാദം കഴുകി, തൃണം എന്ന് വെച്ചാൽ പുല്ല് വിരിച്ച ഇരിപ്പിടത്തിലിരുത്തി, ഭൂമി അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം, ഇരിപ്പിടമായിട്ടൊരു വാസസ്ഥാനം, അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം നൽകി, ഈശ്വര അവര, ഈശ്വരനും ഭക്തനും, അല്ലെങ്കിൽ യജമാനനും എന്താ പറയുക സേവകനും, ഈശ്വരനും ഭക്തനും എന്ന രീതിയിൽ ഏത് ഗൃഹസ്ഥാശ്രമിയാണോ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വരുന്ന യോഗീശ്വരന്മാരെ സ്വീകരിച്ച് പാദം കഴുകി അവരെ നല്ല ഇരിപ്പിടത്തിലിരുത്തി അവരെ സ്വീകരിക്കുന്നത്, അങ്ങനെയുള്ളവർ വലിയ പണക്കാരൊന്നും ആയിരിക്കില്ലെങ്കിൽ പോലും അവർ ധന്യരായി കഴിഞ്ഞു എന്നാണ്.
അവർക്ക് വലിയ ധനമൊന്നുമില്ലെങ്കിലും അവർ ധന്യരായി കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഗ്രഹത്തിലേക്ക്, അപ്പം ഞാനിവിടെ ധന്യരായി എന്ന്, എനിക്കിനി വേറെ ഒന്നും കിട്ടണ്ട എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. സജ്ജനങ്ങളാണെങ്കിൽ, ഗൃഹസ്ഥാശ്രമികളാണെങ്കിലും അവരുടെ ഗ്രഹത്തിലേക്ക് ഒരു യോഗി കടന്നു വരുമ്പോൾ അവരുടെ പാദം കഴുകി, അവരുടെ പാദങ്ങൾ കഴുകി അത് തുടച്ച് അവരെ പുല്ല്, നല്ല ദർഭപ്പുല്ല് വിരിച്ച് ഇരിപ്പിടത്തിലിരുത്തി അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലവും കൊടുത്ത്, ഒരു യജമാനനും പരിചാരകനും താനൊരു പരിചാരകൻ, താനൊരു ദാസൻ എന്ന രീതിയിൽ അവരെ ആരാണോ ശുശ്രൂഷിക്കുന്നത്, പരിചരിക്കുന്നത്, അവർ വലിയ ധനികരൊന്നും അല്ലെങ്കിലും അവരുടെ ജീവിതം ധന്യമായി കഴിഞ്ഞു എന്നാണ്. കാരണം ഭഗവാന്, നമ്മൾ കഴിഞ്ഞ പൃഥുവിൻ്റെ നിർദ്ദേശം കണ്ടില്ലേ, ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു യജ്ഞം നടത്തി ആ ഹോമകുണ്ഡത്തിലേക്ക് കുറേ ദ്രവ്യങ്ങൾ സമർപ്പിച്ചാൽ ഭഗവാൻ ചിലപ്പോൾ അതൊക്കെ സ്വീകരിച്ചേക്കും, പക്ഷേ പൂർണ്ണ സംതൃപ്തനാവില്ല. അതിനേക്കാളേറെ ഭഗവാന് സംതൃപ്തി ഇങ്ങനെയുള്ള യോഗീശ്വരന്മാരെ ഊട്ടുമ്പോൾ, അല്ലെങ്കിൽ അവരെ പരിചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ പാദ നമസ്കാരം ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്നത്, അതാണ് ഭഗവാൻ പൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിക്കുന്നത്. കാരണം ഈ യോഗീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ യോഗി എന്ന തലത്തിലേക്ക് എത്തിയതാ. യോഗമാവുക എന്ന് വെച്ചാൽ ഭഗവാനുമായി ഒന്നാവുക എന്ന്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയോ അതൊക്കെ ഭഗവാനാണ് അനുഭവിക്കുക. അവർ ഭഗവാനുമായി യോഗമായവരാണ്. അപ്പോൾ അവർക്ക് എന്താണോ കിട്ടിയത്, നല്ല അനുഭവമായാലും ചീത്ത അനുഭവമായാലും അതെല്ലാം ഭഗവാനാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നതിലൂടെ അനുഭവിക്കാനാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഹോമകുണ്ഡത്തിലേക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഭഗവാൻ ഇതാണ് എന്ന് ആ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ വലിയ സമ്പന്നരൊന്നും അല്ലെങ്കിലും അങ്ങനെയുള്ളവർ ധന്യരായി. ശ്ലോകം 11. വ്യാളാലയ ദ്രുമാ വൈ തേ അഭി അരിക്ത അഖില സമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ. ഇനി ഏതൊരു ഗ്രഹത്തിലേക്കാണോ അങ്ങനെയുള്ള യോഗീശ്വരന്മാർ കടന്നു വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ, വേണ്ട രീതിയിൽ അവരെ ആദരിക്കാതെ പറഞ്ഞു വിടുന്നത്, ആ ഗ്രഹങ്ങൾ എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വ്യാളം എന്ന് വെച്ചാൽ വിഷം തുപ്പുന്ന സർപ്പങ്ങൾ, വലിയ വലിയ വിഷമുള്ള പാമ്പുകൾക്ക് ആലയം, അവരുടെ വാസസ്ഥാനമായിട്ടുള്ള മാളങ്ങൾ, ആ മാളങ്ങളുള്ള വൃക്ഷം, വിഷം തുപ്പുന്ന സർപ്പങ്ങൾ വസിക്കുന്ന മാളങ്ങളുള്ള വൃക്ഷം പോലെ തേ അഭി, അങ്ങനെ ആ ഒരു വൃക്ഷം മാത്രമായി മാറുന്നു. അരിക്ത അഖില സമ്പദഃ, എത്ര സമ്പദ് സമൃദ്ധി ഉണ്ടെങ്കിലും, എത്ര വലിയ കൊട്ടാരമാണെങ്കിലും, യത് ഗൃഹ, ആരുടെ ഗൃഹമാണോ, തീർത്ഥപാദീയ പാദതീർത്ഥ, തീർത്ഥപാദീയ എന്ന് വെച്ചാൽ ആരുടെ പാദം കഴുകിയ ജലമാണോ പുണ്യതീർത്ഥമായത്, അങ്ങനെയുള്ള പാദങ്ങളുള്ളവർ, അതാണ് തീർത്ഥപാദീയം എന്ന് പറയുന്നത്. യോഗീശ്വരന്മാരുടെ പാദം കഴുകിയ ജലമുണ്ടല്ലോ, ആ കഴുകിയിട്ട് ഒഴുകി വരുന്ന ജലം തീർത്ഥമാണെന്ന് പറയാം, പുണ്യതീർത്ഥമാണെന്ന് പറയാം. അങ്ങനെയുള്ള പുണ്യതീർത്ഥങ്ങൾ സൃഷ്ടിച്ച പാദങ്ങളുള്ളവർ, അതാണ് യോഗീശ്വരന്മാർ. അവരുടെ പാദതീർത്ഥ, പാദം കഴുകിയ ജലം വിവർജിത, ഒഴുകി പോകാത്ത ഗ്രഹം ഏതാണോ ആ ഗ്രഹങ്ങൾ വിഷം തുപ്പുന്ന സർപ്പങ്ങൾ വസിക്കുന്ന മാളങ്ങളുള്ള വൃക്ഷങ്ങൾ പോലെയാണെന്ന്. കേട്ടോ, എത്ര സമ്പദ് സമൃദ്ധിയും കൊട്ടാരവും ഇഷ്ടം പോലെ ധനവും ഉണ്ടെങ്കിലും ആ ഗ്രഹം അവരൊരിക്കലും ധന്യരല്ല. ആ ഗ്രഹങ്ങൾ വിഷസർപ്പങ്ങൾ വസിക്കുന്ന മാളങ്ങളുള്ള ഒരു വലിയ വൃക്ഷം നിൽക്കുന്നത് പോലേ ഉള്ളൂ. അപകടമല്ലേ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് വെച്ച് യോഗീശ്വരന്മാർ കടന്നു വരാത്ത വീടുകളൊക്കെ മോശമാണെന്നല്ല. ഒരു യോഗി കടന്നു വരുമ്പോൾ വേണ്ട രീതിയിൽ അവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യാതെ, വിശ്വാസമില്ലാതെ ആദരിക്കുകയോ ചെയ്യാതെ പറഞ്ഞു വിടുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഗ്രഹങ്ങൾ, അത് വലിയ കൊട്ടാരമാണെങ്കിൽ പോലും വിഷം വമിക്കുന്ന സർപ്പങ്ങൾ വസിക്കുന്ന മാളങ്ങൾ പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 12. അങ്ങനെ സ്വാഗതം വഹ ദ്വിജശ്രേഷ്ഠ യത് വൃതാനി മുമുക്ഷുവഃ ചരന്തി ശ്രദ്ധയാ ധീരാ ബാലായേവ ബൃഹന്തി ച. സ്വാഗതം ചെയ്യുന്നു, വഹ നിങ്ങൾക്ക്, ദ്വിജശ്രേഷ്ഠ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, നിങ്ങളെ ഞാനിതാ സ്വാഗതം ചെയ്യുന്നു. യത് വൃതാനി മുമുക്ഷവഃ, മോക്ഷം ആഗ്രഹിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ, ചരന്തി വളരെ അനുഷ്ഠിക്കുക, ശ്രദ്ധയ വളരെ ശ്രദ്ധയോടെ, വൃതാനി യത് വൃതാനി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്, ധീരഹ ധീരന്മാരാണ്, ബാലയേവ ഒപ്പം വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ബാലന്മാരായിരിക്കുന്നു, ബൃഹന്തി
വഹന്തിച്ച, അങ്ങനെയുള്ള നിങ്ങളെ ഞാനിതാ ഇവിടേക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പൃഥു മഹാരാജാവ് പറയാം. അപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്നവരും വളരെ ശ്രദ്ധയോടെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരും വെറും 5 വയസ്സ് മാത്രം എന്നും ആ പ്രായത്തിലിരിക്കുന്നവരുമായിട്ടുള്ള ആ സനകാദി മഹർഷിമാരെ ഞാനിതാ ബ്രാഹ്മണ ശ്രേഷ്ഠരെ നിങ്ങളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞു. അങ്ങനെ സ്വാഗതം ചെയ്തിട്ട് ഇനി അവരോട് ഒരു ആവശ്യം, തൻ്റെ ഒരു ആഗ്രഹം പൃഥു അറിയിക്കുകയാണ് കേട്ടോ. കച്ചിത് ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥ അർത്ഥവേദിനാം വ്യസന ആവാപേ ഏതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഹി. അതായത് നാഥ, അല്ലയോ നാഥന്മാരെ, 4 പേരുണ്ടല്ലോ, അല്ലയോ നാഥന്മാരെ, ബ്രാഹ്മണ ശ്രേഷ്ഠരെ, കച്ചിത് നഹ, നഹ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക്, കുശലം, കുശലം എന്ന് വെച്ചാൽ ഒരു സൂത്രം അല്ലെങ്കിൽ ഒരു വഴി, കച്ചിത് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ എന്ന്. എന്തിനായിട്ടുള്ള വഴിയായിരിക്കും? ഇന്ദ്രിയ അർത്ഥ അർത്ഥവേദിന, ഇന്ദ്രിയ അർത്ഥം, ഇന്ദ്രിയങ്ങളുടെ സുഖമാണ് അർത്ഥവേദിനാം, ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്യന്തിക ലക്ഷ്യം എന്ന് കരുതി ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മടയന്മാർക്ക് മുക്തിക്കായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരുമോ? കാരണം സ്വകർമ്മഭി, മുൻജന്മങ്ങളിൽ ചെയ്തു വെച്ച സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് ഈ ഏതസ്മിൻ, ഈ ലോകത്ത് വ്യസന ആവാപേ, അതായത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ ലോകത്ത് പതിതാനാം, വന്നു വീണ് ജനിച്ച ഞങ്ങൾക്ക്, ഇന്ദ്രിയ സുഖമാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് തോന്നി ജീവിക്കുന്ന ഞങ്ങൾക്ക് മുക്തിക്കായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരുമോ? ഇതാണ് പൃഥു മഹാരാജാവ് അവരോട് ആദ്യം ചോദിച്ചത്. അല്ലയോ നാഥന്മാരെ, മുൻജന്മ കർമ്മഫലം കൊണ്ട് ഈ ദുഃഖം നിറഞ്ഞ സംസാര സാഗരത്തിൽ വന്ന് പതിച്ച ഞങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ സുഖമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യമെന്ന് കരുതിയ മടയന്മാരായ ഞങ്ങൾക്ക് മുക്തിക്കുള്ള മാർഗത്തെ, കുശലം, ഒരു സൂത്രത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? ശ്ലോകം 14. ഭവത് സുകുശല പ്രശ്ന ആത്മ ആരാമേഷു ന ഇഷ്യതേ കുശല അകുശലായത്ര ന സന്ധി മതിവൃത്തയഃ. ഇനി നിങ്ങൾക്ക് സുഖമാണോ എന്നൊന്നും ഞാൻ കുശലം ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു സുഹൃത്തോ എന്നെപ്പോലെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനോ ഒന്നും അല്ല വന്നിരിക്കുന്നതാണ്. ഭവത്സു, ഭവാന്മാരോട് കുശല പ്രശ്നം, സുഖമാണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ആത്മ ആരാമേഷു, കാരണം ആത്മാവിൽ രമിച്ചു കഴിയുന്ന നിങ്ങൾക്ക് ന ഇഷ്യതേ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങളോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം സുഖവും ദുഃഖവും ഭൗതികമായിട്ട് ഈ ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചു കഴിയുന്നവർക്ക് സുഖവും ദുഃഖവും ഉള്ളൂ, അല്ലേ? എന്തെങ്കിലും വിചാരിച്ച കാര്യം സാധിക്കാതെ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ ദുഃഖിക്കുകയും നേട്ടം വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന 2 മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഈ ശരീരമാണ് ഞാനെന്ന് കരുതുന്നവർക്കേ ഉള്ളൂ. ആത്മാവിൽ ഞാൻ ആത്മാവാണ്, ആത്മാവിൽ രമിച്ച് കഴിയുന്ന സനകാദി മഹർഷിമാർക്ക് സുഖവും ഇല്ല ദുഃഖവും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമാണോ എന്ന് കുശലം ചോദിക്കുന്ന ഒരു സാധാരണക്കാരനോട് ചോദിക്കുന്ന പോലെ കുശലം നിങ്ങളോട് ചോദിക്കേണ്ട ന ഇഷ്യതേ, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പറയാണ് കുശല അകുശല, സുഖവും ദുഃഖവും ഇത് രണ്ടും മതിവൃത്തയ, മനസ്സിൻ്റെ തോന്നലാണെന്ന്, മനസ്സിൻ്റെ ചലനമാണ് സുഖവും ദുഃഖവും എന്ന് പറയുന്നത്. അത് എത്ര ന സന്ധി, അത് നിങ്ങൾക്കില്ല എന്നെന്ന്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിത് രണ്ടുമില്ല. മനസ്സിൻ്റെ ചലനമാകുന്ന സുഖം ദുഃഖം എന്ന 2 അവസ്ഥയും നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമാണോ എന്നൊരു സുഖവിവര അന്വേഷണം സനകാദികളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് ശ്ലോകം 15. തത് അഹം കൃത വിശ്രംഭഃ സുഹൃദഃ വഹ തപസ്വിനാം സംപൃച്ഛേ ഭവ ഏതസ്മിൻ ക്ഷേമഃ കേന അഞ്ജസാ ഭവേത്. തത് അതുകൊണ്ട് അഹം ഞാൻ കൃത വിശ്രംഭഃ എൻ്റെ, അതായത് ഞാൻ ചോദിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾക്ക് സനകാദികളിൽ നിന്നും വ്യക്തമായ മറുപടി കിട്ടുമെന്ന കൃത വിശ്രംഭഃ പൂർണ്ണ വിശ്വാസത്തോടെ സുഹൃദഃ, അതായത് സുഹൃദഃ എന്ന് വെച്ചാൽ സുഹൃത്ത്, വഹ എന്ന് വെച്ചാൽ ഞങ്ങൾ, തപസ്വിനാം എന്ന് വെച്ചാൽ തപസ് ചെയ്തവർ എന്നല്ല ഇവിടെ അർത്ഥം, തപിക്കുക, ഈ ലോക ജീവിതത്തിൽ ദുഃഖിക്കുന്ന തപിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സനകാദി മഹർഷിമാർ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി സംപൃച്ഛേ ഞാൻ ചോദിക്കാൻ പോകുന്നു ഭവ ഏതസ്മിൻ, നിങ്ങളോട് ഭവാന്മാരോട് ഞാൻ ചോദിക്കുകയാണ്. ഇനി ചോദ്യം എന്താണെന്നോ, ഏതസ്മിൻ ഈ സംസാര സാഗരത്തിൽ ക്ഷേമം
ശാശ്വതമായിട്ടുള്ള ഒരു ശാന്തി, ഒരു മനസമാധാനം, ഒരു സുഖം കേന അഞ്ജസ എപ്രകാരമാണ് വളരെ എളുപ്പത്തിൽ ഭവേത് നേടാൻ കഴിയുക. അതായത് മനസ്സിന് ഈ ചലനങ്ങളില്ലാത്ത ഒരു ശാശ്വതമായൊരവസ്ഥയുണ്ടല്ലോ, ഒരു സുഖം ദുഃഖം ഇങ്ങനത്തെ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ഒരു സമനിലാവസ്ഥ, ഒരു ശാന്തി, ഒരു ശാശ്വതമായ സുഖം, അത് എളുപ്പത്തിൽ എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുക? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ മനസ്സിൻ്റെ സമനിലാവസ്ഥയെ പ്രാപിച്ചവരാ, അതുകൊണ്ട് സുഖം ദുഃഖം എന്ന ചലനങ്ങൾ നിങ്ങളുടെ മനസ്സിനില്ല, ഭവാന്മാരുടെ മനസ്സിനില്ല. അതുകൊണ്ട് നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം തപിക്കുന്ന വേദനിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ സുഹൃത്താണ് ഈ യോഗീശ്വരന്മാർ. അതുമാത്രമല്ല, നിങ്ങളിലുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് ഭവാന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ സംസാര സാഗരത്തിൽ ഒരു ശാശ്വതമായ ഒരു സുഖം എളുപ്പത്തിൽ എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുക? ശ്ലോകം 16. വ്യക്തം ആത്മവതാം ആത്മാ ഭഗവൻ ആത്മഭാവനഃ സ്വാനാം അനുഗ്രഹായേ മാം സിദ്ധരൂപി ചരതി അജഃ. അനുഗ്രഹായ ഇമാം സ്വാനാം അനുഗ്രഹായ ഇമാം സിദ്ധരൂപി ചരതി അജ. വ്യക്തം ആത്മവതാം ആത്മാ, ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആ ആത്മാ എന്ന് വെച്ചാൽ അതാണ് ആത്മാവിനെ അനുഭവിച്ചറിയണം എന്നത് ജീവിത ലക്ഷ്യമാക്കി എടുത്തിട്ടുള്ള ആത്മഭാവന, ആത്മാവായി സ്വയം ഭാവന ചെയ്ത് ഞാൻ ആത്മാവാണ് എന്ന അവസ്ഥയിലിരിക്കുന്ന സ്വാനാം എന്ന് വെച്ചാൽ സ്വന്തം ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകാനായിട്ട് ഇമാം ഈ ലോകത്ത് സിദ്ധരൂപി സിദ്ധന്മാരുടെ രൂപത്തിൽ ചരതി അജ, ചരതി എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന അജ ജനന മരണമില്ലാത്ത ആ ഭഗവാൻ എന്നത് വ്യക്തമാണ് എന്ന്. അതായത് ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞ അവരുടെ ജീവിത ലക്ഷ്യം അങ്ങനെ ആത്മാവായി ഇരിക്കുക എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ തന്നെ ഒരു പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനോടും രുചിയില്ല. ആത്മാവായി തന്നെ ഇരിക്കണമെന്ന് ഒരുവൻ ആഗ്രഹിക്കുമല്ലോ. ആ ആത്മാവായി ഇരിക്കുന്ന ആ ഭഗവാൻ ഈ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞ യോഗീശ്വരന്മാരുടെ രൂപത്തിൽ തൻ്റെ ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും സിദ്ധന്മാരുടെയും യോഗിമാരുടെയും മഹർഷിമാരുടെയും രൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചതാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സനകാദി മഹർഷിമാരുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകാനും ഭഗവാൻ എടുത്ത രൂപങ്ങളാണ് സനകാദി മഹർഷിമാരുടെ രൂപം. അപ്പോൾ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞ ഈ യോഗീശ്വരന്മാരുടെ ലക്ഷ്യം ആ ഭഗവാനിൽ ലയിച്ചിങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഈ യോഗീശ്വരന്മാരുടെ രൂപം ധരിച്ച് വന്നിരിക്കുന്നത് ഭക്തന്മാരായ സാധുക്കളെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഭഗവാൻ തന്നെയാണ് ഈ സിദ്ധന്മാരുടെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്നതിലൊരു സംശയവുമില്ല. എന്ന് വെച്ചാൽ സനകാദി മഹർഷിമാരുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചത് ഭഗവാൻ തന്നെയാണ്. എന്നെ പോലെയുള്ള സാധുക്കൾക്ക് അനുഗ്രഹം നൽകാനും നിർദ്ദേശങ്ങൾ നൽകാനും. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തരണം. ആദ്യം ചോദിച്ചത് മുക്തിക്ക് ഈ ഒരു ഇന്ദ്രിയ സുഖമാണ് ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് മുക്തിക്കുള്ള മാർഗത്തെ പറഞ്ഞു തരണം. രണ്ടാമത് പറഞ്ഞത് ശാശ്വതമായ മനസ്സിനൊരു സുഖദുഃഖഭാവം മനസ്സിൻ്റെ ഇല്ല. മനസ്സൊന്ന് സമനിലയിൽ വരണം. കുറേ നല്ലത് വരുമ്പോൾ സന്തോഷം, പ്രശ്നങ്ങൾ വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന ചഞ്ചലപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മനസ്സിനൊരു മുക്തി വേണം. മനസ്സിനൊരു ശാശ്വതമായ സുഖം അനുഭവിക്കാൻ കഴിയണം. അത് എളുപ്പത്തിൽ എങ്ങനെയാണ് സാധ്യമാവുക? ഈ രണ്ട് ചോദ്യങ്ങളുമായിരുന്നു പൃഥു മഹാരാജാവ് സനകാദികളോട് ചോദിച്ചത്. ഇനി അതിൻ്റെ ഉത്തരമാണ് നമ്മൾ അടുത്ത 17-ാമത്തെ ശ്ലോകം തൊട്ട് സനകാദികൾ നൽകുന്ന മറുപടിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം.